ആകെ ആ സ്കൂളിൽ ബയോളജിക്ക് ഹിന്ദിക്ക് മാത്രമേ അന്ന് ടീച്ചേഴ്സ് ഉള്ളൂ. അടിസ്ഥാന സൗകര്യങ്ങളും കുറവായിരുന്നു. പിന്നെ ടീച്ചേഴ്സ് ദിവസവേതന അടിസ്ഥാനത്തിലായിരുന്നു. ശമ്പളം കൊടുക്കാത്തതുകൊണ്ട് ടീച്ചേഴ്സ് പരാതിയായി. അപ്പോഴത്തേക്ക് നമ്മൾ വിദ്യാർത്ഥികൾ എന്ത് ചെയ്തു, നമുക്ക് സമരം ചെയ്യാൻ തെരുവിലിറങ്ങി നമ്മൾ സമരം ചെയ്തു. ഉള്ള ടീച്ചേഴ്സിൻ്റെ എഫേർട്ടും നമ്മളും പഠിച്ചതുകൊണ്ടെന്ന് 98% വിജയം ഉണ്ടായിരുന്നു നമ്മുടെ സ്കൂളിന് തന്നെ, ആ ബാച്ചിന് തന്നെ ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് 9 A+ കൂടെ ഇന്ന് വിജയിക്കാൻ പറ്റി. നിങ്ങൾ ഒറ്റയ്ക്ക് പഠിച്ചിട്ട്? ഒറ്റയ്ക്ക് പഠിച്ചിട്ട് PGക്ക് അഡ്മിഷൻ എടുത്തപ്പോഴാണ് ഇടുക്കി ജില്ലയിലെ UP സ്കൂൾ ടീച്ചറുടെ പരീക്ഷ വന്നത്. നമുക്ക് നാട്ടിലെ തന്നെ ടീച്ചർ ആവണം എന്നൊരു ആഗ്രഹം തോന്നി. PG പഠനത്തോടൊപ്പം തന്നെ ഞാൻ പഠിച്ചു. 5ാം റാങ്ക് ഉണ്ടായിരുന്നു. അന്ന് സമരം ചെയ്ത ആ സ്കൂളിൽ തന്നെ ഇപ്പം അധ്യാപകനായിട്ട് വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടി. ഞാൻ പഠിക്കുമ്പോഴും അവിടെ നമുക്ക് നന്നായിട്ട് പഠിക്കുമെങ്കിലും നമുക്ക് ഇത്ര കോമ്പറ്റീഷൻ ഉണ്ടെന്ന് അറിയില്ല. അത്രയും ഫെസിലിറ്റീസ് ഒന്നും, ട്യൂഷൻ സെൻറ്റർ ഇല്ല, ലൈബ്രറി ഒന്നും ഇല്ല, എക്സ്ട്രാ കോച്ചിങ് ഒന്നും ഇല്ലാണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ഇടുക്കിയിലുള്ള ഒരു വിദ്യാർത്ഥിയും തിരുവനന്തപുരത്ത് എല്ലാ സൗകര്യങ്ങളോടുള്ള വിദ്യാർത്ഥിയും ഒരേപോലെയാണ്, ഒരേ കോമ്പറ്റീഷനിലാണ് മത്സരിക്കുന്നത്. അപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെ ഇടുക്കിയിൽ നിന്ന് കുറച്ചും കൂടെ പുറത്ത് വരുവാണെങ്കിൽ, കുറേ സൗകര്യമുള്ള സ്ഥലത്ത് എത്തുവാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ പഠിക്കുന്ന ഫെസിലിറ്റീസ് ഉണ്ടാവും. എന്താണ് നിങ്ങളുടെ ആംബിഷൻ എന്ന് ചോദിക്കുമ്പോൾ ഭൂരിഭാഗം ആൾക്കാരും പറയുന്നത് എനിക്ക് ഓട്ടോ ഓടിക്കുന്ന ഒരു ചേട്ടനാവണം എന്നാണ്. കാരണം അപ്പോൾ അവർ കാണുന്നതിൽ ഏറ്റവും വലിയ ആളാണ് ഓട്ടോ ഡ്രൈവർ. മോനും വലുതായിട്ട് സ്വപ്നം കാണും, നമ്മൾ ഫ്ലൈറ്റ് ഒക്കെ ഓടിക്കാലോ എന്ന് പറഞ്ഞാൽ അവർ മോട്ടിവേറ്റ് ചെയ്യും. അപ്പോൾ അവർക്ക് മുമ്പിൽ എന്താ പ്രശ്നം വെച്ചാൽ മോഡലുകളില്ല, അവരെ സ്വപ്നം കാണാൻ പഠിപ്പിക്കും. ഈ വീട്ടിലെ സാഹചര്യമാണ് എപ്പോഴും പ്രശ്നമാവുന്നത്. വീട്ടിൽ പോയിട്ട് പഠിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നതാണ് കുറച്ചും കൂടെ അവരെ പിന്നോട്ട് വലിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം പുറത്തു പോയിട്ടൊരു അവൈലബിൾ ആയിട്ടൊരു ട്യൂഷൻ സെൻറ്റർ അങ്ങനെയൊന്നും പോകാനുള്ള ഒരു സാഹചര്യവും നാട്ടിലില്ല. അധ്യാപകർക്ക് വേണ്ടി തെരുവിലിറങ്ങി സമരം ചെയ്ത യുവാവ് അല്ലെങ്കിൽ ഒരു കുട്ടി ഇന്ന് ആ സ്കൂളിലെ തന്നെ അധ്യാപകനായി മാറിയിരിക്കുകയാണ്. അദ്ദേഹമാണ് എന്നോടൊപ്പം. നമസ്കാരം. നമസ്കാരം. അലൻ. എനിക്ക് അത്രയും വലിയ ഇന്റർവ്യൂ ഞാൻ സാധാരണ പറയാറില്ല, പക്ഷെ ഒരാളെ, അലനെ പോലെ ഒരാളെ പരിചയപ്പെടുത്തുമ്പോൾ ഏറ്റവും നന്നായിട്ട് പറയണമെന്നായിരുന്നു. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. അതിൽ ഇടുക്കി പാമ്പനാർ എന്നുള്ള സ്കൂളിലാണ് പഠിച്ചത് അല്ലേ? പാമ്പനാർ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്, 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ടീച്ചേഴ്സ് ഇല്ലാണ്ടാവും. ടീച്ചേഴ്സ് ഇല്ല. അതൊന്ന് പറയാമോ? ഞാൻ 1 മുതൽ +2 വരെ പീരിമേഡിലാണ് പഠിച്ചത്. പീരിമേഡിലെ വിവിധ സർക്കാർ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അപ്പം ഞാൻ 7ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയാണ് പാമ്പനാർ ഗവൺമെൻറ് ഹൈസ്കൂളിൽ പഠിക്കുന്നത്. അവിടെ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് അവിടുത്തെ ദിവസവേതന അടിസ്ഥാനത്തിൽ ടീച്ചേഴ്സ് ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. കാരണം UP സ്കൂളായിരുന്നു ആദ്യം. അത് RMSA പദ്ധതി വഴിയാണ് ഹൈസ്കൂളായിട്ട് ഉയർത്തിയത്. അടിസ്ഥാന സൗകര്യങ്ങളും കുറവായിരുന്നു. പിന്നെ ടീച്ചേഴ്സ് ദിവസവേതന അടിസ്ഥാനത്തിലായിരുന്നു. ഈ കാലഘട്ടം എന്നായിരുന്നു? ഇത് 2014 ഇത് ആണ്. 2014 ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്നത്. അപ്പം അന്നിങ്ങനെ ടീച്ചേഴ്സിന് ശമ്പളം കൊടുക്കാത്തതുകൊണ്ട് ടീച്ചേഴ്സ് പരാതിയായി. അപ്പോഴത്തേക്ക് നമ്മൾ വിദ്യാർത്ഥികൾ എന്ത് ചെയ്തു, നമുക്ക് സമരം ചെയ്യാൻ തെരുവിലിറങ്ങി നമ്മൾ സമരം ചെയ്തു. എന്നിട്ട് അന്ന് ടീച്ചേഴ്സ് ബയോളജിക്കും ഹിന്ദിക്കും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ആകെ ആ സ്കൂളിൽ ബയോളജിക്ക് ഹിന്ദിക്ക് മാത്രമേ അന്ന് ടീച്ചേഴ്സ് ഉള്ളൂ. അത് തമിഴ് മീഡിയത്തിന് അന്ന് ഉണ്ടായിരുന്നു. ബാക്കി ടീച്ചേഴ്സ് തമിഴ് മീഡിയമാണ് ഞാൻ പഠിച്ചത്. തമിഴ് മീഡിയത്തിന്. അപ്പോൾ മറ്റുള്ള, അതായത് നിങ്ങൾക്ക് തമിഴിൽ തന്നെയാണ് മറ്റുള്ള ഇതെല്ലാം പഠിക്കുന്നത്? അതെ. അതിപ്പം കേരള ആയതുകൊണ്ട് ഇപ്പം ഇടുക്കി, തിരുവനന്തപുരം അതുപോലത്തെ അതിർത്തി ജില്ലകളിൽ തമിഴ് മീഡിയം ഉണ്ട്. ഓക്കെ. അപ്പം കാസർഗോഡ് ഇപ്പോൾ കന്നഡ മീഡിയം ഉള്ളതുപോലെ നമുക്ക് തമിഴ് മീഡിയം ഉണ്ട്. സിലബസ് ഒക്കെ സെയിം ആണ്, പക്ഷെ മീഡിയം മാത്രം തമിഴായിരിക്കും. അപ്പൊ നിങ്ങൾ എഴുതുന്ന സിലബസ് കേരളത്തിന്റെ? സിലബസ് ഒക്കെ സെയിം ആണ്, മീഡിയം മാത്രം തമിഴായിരിക്കും. മീഡിയം മാത്രം. അപ്പൊ അതിനുള്ള ടീച്ചേഴ്സ് ഇല്ല അന്ന്. മീൻസ് പെട്ടെന്ന് RMSA ആയിട്ട് ഉയർത്തിയത് കൊണ്ട് ആ ദിവസവേതന അടിസ്ഥാനത്തിൽ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ശമ്പളം കൊടുക്കാനുണ്ടായതുകൊണ്ട് അവർ വരാണ്ടായി. അവസാനം ആയപ്പോഴത്തേക്ക് ടീച്ചേഴ്സ് ഇല്ലാണ്ടായി. അപ്പോൾ നമ്മൾ ഇങ്ങനെ സമരം ചെയ്തു. അപ്പം അന്ന് ഇങ്ങനെ ബയോളജിക്കും ഹിന്ദിക്കും ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ആരായിരുന്നു സമരത്തിന് മുന്നിട്ടൊക്കെ ഇറങ്ങിയത്? അത് നമ്മൾ വിദ്യാർത്ഥികളായിട്ട് തന്നെയാണ് ഇറങ്ങിയത്. അല്ല, ആരായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്? ലൈക്ക് അങ്ങനെ പാരന്റ്സ് കുറച്ചുപേരുടെ സപ്പോർട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഇറങ്ങിയത്. അന്ന് എത്ര കുട്ടികളുണ്ടായിരുന്നു തമിഴ് മീഡിയത്തിൽ മൊത്തത്തിൽ? ഏകദേശം തമിഴ് മീഡിയത്തിൽ കൃത്യമായിട്ട് എനിക്കറിയില്ല. നമ്മുടെ ഒരു ക്ലാസ്സിൽ തന്നെ ഒരു 100 വിദ്യാർത്ഥികളുണ്ടാവും. ഒരു ക്ലാസ്സിൽ 100? അങ്ങനെയല്ല, ഒരു ബാച്ചിൽ ഇങ്ങനെ വിവിധ ഡിവിഷൻസിലായിട്ട് 100 വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. അതായത് ഒരു ബാച്ചിൽ ഇപ്പൊ 10ലാണെങ്കിൽ 100 പേര്. 100 അങ്ങനെ ഒരു 8, 9, 10, 300 പിള്ളേർ വിദ്യാർത്ഥികളുണ്ടായിരുന്നു. ഓക്കെ. അപ്പം അങ്ങനെയാണ് പഠിച്ചത്. പക്ഷെ അന്ന് നമ്മളിങ്ങനെ അല്ലാണ്ട് ആ ടീച്ചേഴ്സിന്റെ എഫേർട്ടും നമ്മളും പഠിച്ചതുകൊണ്ടെന്ന് 98% വിജയം ഉണ്ടായിരുന്നു നമ്മുടെ സ്കൂളിന് തന്നെ, ആ ബാച്ചിന് തന്നെ ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് 9 A+ കൂടെ ഇന്ന് വിജയിക്കാൻ പറ്റി. നിങ്ങൾ ഒറ്റയ്ക്ക് പഠിച്ചിട്ട്? ഒറ്റയ്ക്ക് പഠിച്ചിട്ട്. അപ്പൊ ഇത് നമുക്ക് ഈ പാഠഭാഗം ആരെങ്കിലും എടുത്തു തരണം, പ്രത്യേകിച്ച് മാത്സ്. ബയോളജി അവിടെ ഉണ്ടെന്ന് പറഞ്ഞു, ഫിസിക്സ്, കെമിസ്ട്രി, ഇതൊക്കെ നമ്മൾ എത്ര വായിച്ചാലും നമുക്കത് മനസ്സിലാവണമെന്നില്ല. ബാക്കിയൊക്കെ നമുക്ക് ഈ പറഞ്ഞ കണക്ക്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഓൾറെഡി ഉണ്ട്. പിന്നെ ഉള്ളത് ഇംഗ്ലീഷൊക്കെ. അത് നമുക്ക് നമുക്ക് ആരുടെയെങ്കിലും ട്യൂഷൻ എടുത്തൊക്കെ പഠിക്കാം. ഇതെങ്ങനെയായിരുന്നു അന്നേരം? ഇപ്പം
അന്ന് മീൻസ് കുറേ ആ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവസാനമായപ്പോഴാണ് ഇല്ലാണ്ടായത്. അപ്പം കുറച്ച് പ്രിപ്പറേഷന് വേണ്ട സമയമായിരുന്നല്ലോ. അപ്പം ഉള്ള ടീച്ചേഴ്സ് നമ്മളെ അതിന് സഹായിച്ചു, അവരും കൂടെ ഹെൽപ്പ് ചെയ്തു. എന്നിട്ട് നമ്മൾ അല്ലാണ്ട് തന്നെ നമ്മൾ ഗ്രൂപ്പ് സ്റ്റഡി അങ്ങനെയൊക്കെ നടത്തി അങ്ങനെ പഠിച്ചിട്ടാണ് നമ്മൾ അന്ന് പഠിച്ച് പാസ്സായത് ആ സമയത്ത്. അങ്ങനെയാണ് 10ാം ക്ലാസ് പാസ്സാവുന്നത്. പിന്നെ +1 +2 അടുത്തുള്ള CPM GSS പീരിമേഡിലാണ് പഠിച്ചത്. അപ്പം അന്നും ഇങ്ങനെ ഇതുപോലെ ജോയിൻ ചെയ്തപ്പോൾ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. ജോയിൻ ചെയ്ത് ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് ഒരു ഇഷ്യൂ വന്നപ്പം 6 ടീച്ചേഴ്സിൽ 3 ടീച്ചേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു, ടീച്ചേഴ്സ് ഇല്ലാത്തതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ +1 +2 പഠിച്ച് കഴിഞ്ഞു. അപ്പം അന്ന് എനിക്ക് ഈ പ്രശ്നങ്ങളൊന്നും വലുതായിട്ട് തോന്നിയിട്ടില്ല. മീൻസ് എനിക്ക് ഡോക്ടർ ആവണം എന്നുള്ള ആഗ്രഹമായിരുന്നു. പക്ഷെ ഇതെങ്ങനെ ആവണം അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. അപ്പം ഞാൻ അത് +2 കഴിഞ്ഞിട്ടാണ് എൻട്രൻസ് കോച്ചിങ്ങിന് പോകണമെന്ന് പറഞ്ഞ് ജോയിൻ ചെയ്യുന്നത്, കോട്ടയത്തെ ഒരു ഇതിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പം അങ്ങനെ അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് നമ്മൾ 5ാം ക്ലാസ് മുതലേ ഫൗണ്ടേഷൻ കോഴ്സും ഓൺഗോയിങ് അങ്ങനെയൊക്കെ എൻട്രൻസ് പഠിച്ചു വരുന്ന വിദ്യാർത്ഥികളുടെ കൂടെയാണ് മത്സരിക്കേണ്ടി വന്നത്. ഇപ്പം നിങ്ങൾ ഈ പറയുന്ന ഇടുക്കിയിലെ ഏറ്റവും അല്ലെങ്കിൽ ഇടുക്കിയുടെ നമ്മൾ പറഞ്ഞ കോട്ടയം ഇടുക്കിയുടെ ഒരു ബോർഡർ അല്ലെങ്കിൽ ഇത്രയും റിമോട്ട് ആയിട്ടുള്ള ഏരിയയാണ് ഈ പീരുമേട് എന്നൊക്കെ പറയുന്നത്. നിങ്ങൾ ലയത്തിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്? അച്ഛനമ്മയൊക്കെ ലയത്തിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം അച്ഛൻ ടീച്ചറായിട്ട് അത് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്തതുകൊണ്ട് ഇപ്പം നമ്മൾ വീടുണ്ട്, നമ്മൾ വീട്ടിലാണ് താമസിക്കുന്നത്. ഞാൻ പറഞ്ഞ അവിടെ നിന്ന് ഒരാൾ ഇത്ര എഫേർട്ട് എടുത്ത് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു ഡോക്ടർ ആവാനുള്ള ആഗ്രഹം എന്തുകൊണ്ടായിരിക്കാം ഒരു ഡോക്ടർ ആവണത്? കാരണം നമുക്ക് വെറുതെ ഒരു സുപ്രഭാതത്തിൽ എണീറ്റിട്ട് നമ്മുടെ നാട്ടിലൊക്കെ പിള്ളേരോട് ചോദിച്ചാൽ അവരുടെ ആഗ്രഹങ്ങൾക്കൊക്കെ ഒരു പരിധിയുണ്ട്. ആ പരിധിക്കപ്പുറം അവർക്ക് പോകാൻ അറിയില്ല. കാരണം അവർ കണ്ടേക്കുന്ന ഏറ്റവും വലിയ ആൾക്കാർ അതായിരിക്കും. എന്തായിരുന്നു? ഞാൻ അടുത്തുള്ള സർക്കാർ ആശുപത്രിയിലേക്ക് പോകുമ്പോഴത്തേക്ക് ഡോക്ടറിന് കുറേയധികം ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും, അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള ഇതായി. ഇപ്പം നമ്മൾ അടുത്തുള്ള സർക്കാർ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പം അവിടുത്തെ തോട്ടമേഖലയും അവിടുത്തെ പാവപ്പെട്ടവരായ കുറേ ആൾക്കാരെ ആശ്രയിക്കുന്ന സർക്കാർ ഹോസ്പിറ്റലാണ്. അപ്പോൾ അവിടുത്തെ ഒരു ഡോക്ടർ ആവണം എന്നായിരുന്നു എനിക്ക് ആഗ്രഹം. അവിടുത്തെ സർക്കാരിലത്തെ ഹോസ്പിറ്റലിൽ MBBS ഡോക്ടർ ആവണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷെ എനിക്കിത് എന്ത് പഠിക്കണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോഴാണ് എൻട്രൻസ് കോച്ചിങ്ങിന് പഠിക്കണം. ഓക്കെ, അപ്പോൾ അവിടെ പോയി പഠിക്കാൻ. അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ 10th +1 +2 പാഠഭാഗങ്ങളാണ് കൂടുതൽ ചോദിക്കുക. പക്ഷെ ഇങ്ങനെ കുറേ ടീച്ചേഴ്സ് ഇല്ലാത്തതുകൊണ്ട് കുറേ ചാപ്റ്റേഴ്സ് മിസ്സായി. നമ്മൾ പരീക്ഷയ്ക്ക് പഠിക്കുന്നുണ്ടെങ്കിലും കുറേ എല്ലാ ചാപ്റ്റേഴ്സും നമ്മൾ കവർ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അവിടെ പോയിട്ടാണ് ഞാൻ ചാപ്റ്റേഴ്സ് പോലും പഠിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള വിദ്യാർത്ഥികൾ അവർ ട്യൂഷന് പോയും അല്ലാണ്ട് ഈ +1 +2 കൂടെ എൻട്രൻസ് കോച്ചിങ്ങിനും പോയും അവരിതെല്ലാം പഠിച്ചിട്ടാണ് വരുന്നത്. അപ്പം അവിടെ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ആ ഒരു വർഷം ഭയങ്കര സ്ട്രഗിളിങ് ആയിരുന്നു. ഞാൻ രാത്രിയൊക്കെ ഇരുന്ന് പഠിക്കും, പക്ഷെ നമുക്ക് അത്രയും എത്താൻ പറ്റില്ലായിരുന്നു. കാരണം അവിടെ പോയിട്ടാണ് ആദ്യമായിട്ട് ഇത് പഠിക്കുന്നത് തന്നെ. അപ്പം ആദ്യത്തെ തവണ ഞാൻ ട്രൈ ചെയ്തു, ഒരു വർഷം പഠിച്ചു കഴിഞ്ഞിട്ട് ട്രൈ ചെയ്തപ്പം എനിക്ക് കിട്ടിയില്ല. നീറ്റിൽ എനിക്ക് ഒന്നും കിട്ടിയില്ല. ക്വാളിഫൈ ആയി, പക്ഷെ അത്ര മാർക്ക് കിട്ടിയില്ലാത്തതുകൊണ്ട് അഡ്മിഷൻ ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഓക്കെ, ഇനിയിപ്പോൾ നമ്മളെ കൊണ്ടൊന്നും പറ്റില്ലായിരിക്കും, ഇനിയിപ്പോൾ ഇങ്ങനെ ആയതുകൊണ്ട് ഓക്കെ ഡിഗ്രിക്ക് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ മാത്സിന് അഡ്മിഷൻ എടുത്തു. പക്ഷെ അവിടെ പോകുമ്പോഴേ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എങ്ങനെയെങ്കിലും ഡോക്ടർ നമുക്ക് ആവണമെന്ന്. അപ്പോൾ അവിടെ 2 മാസം പഠിച്ചത് ഡ്രോപ്പ് ചെയ്തു. പിന്നെ തിരിച്ചും ഒരു വർഷം കൂടെ കോച്ചിങ്ങിന് പോകാന്നുള്ള തീരുമാനം എടുത്തു. പിന്നെയും വന്നു 1 വർഷം ഇതുപോലെ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചു, രാത്രി പകലൊക്കെ ഇരുന്ന് പഠിച്ച് അവസാനം റിസൾട്ട് വന്നപ്പോൾ എനിക്ക് BDSഉം ആയുർവേദൊക്കെയാണ് കിട്ടിയതെന്ന് അലോട്ട്മെന്റ് വെച്ച് നോക്കുമ്പോഴത്തേക്കും. MBBS കിട്ടിയില്ല. അപ്പം എൻ്റെ ആഗ്രഹം MBBS മേടിച്ച് അടുത്തുള്ള സർക്കാർ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യണമെന്നായിരുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ കുറേ ആൾക്കാരെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിക്കായിരുന്നു. അപ്പോൾ BDS മേടിച്ചിട്ട് എനിക്കപ്പം MBBS കിട്ടിയാൽ പോവാം, അല്ലെങ്കിൽ വേണ്ട എന്നുള്ള രീതിക്കായിരുന്നു. അപ്പം അവസാനം അതങ്ങ് ഉപേക്ഷിക്കേണ്ടി വന്നു ആ ഒരു സ്വപ്നം. എന്നിട്ടാണ് ഞാൻ തിരിച്ച് യൂണിവേഴ്സിറ്റി കോളേജിൽ പോയിട്ട് ഡിഗ്രി എടുക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഇത് ആലോചിച്ചപ്പോഴാണ് എനിക്ക് തോന്നി നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസപരമായി കുറച്ച് പിന്നോക്കം നിൽക്കുന്ന സ്ഥലമാണ്. കാരണം അവിടെ വേറെ ട്യൂഷൻ സെൻറ്ററുകളോ അല്ലെങ്കിൽ ലൈബ്രറിയോ അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. എല്ലാവരും ആശ്രയിക്കുന്നത് സർക്കാർ സ്കൂളുകൾ മാത്രമാണ് വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്നത്. അവിടെ ഒരു സർക്കാർ സ്കൂളിലെ ടീച്ചറാണ്, അതും ഞാൻ പഠിച്ച ആ സ്കൂളിൽ തന്നെ, പാമനാർ സ്കൂളിൽ തന്നെ ഒരു ടീച്ചറാണെന്നും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ടാണ് ഞാൻ ഡിഗ്രി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് BC സുവോളജി പഠിച്ചു കഴിഞ്ഞിട്ട് B.Ed നാട്ടിലെ CIT കുമളിയിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് B.Ed കിട്ടിയിട്ട് ഞാൻ മഹാരാജാസിൽ അഡ്മിഷൻ കിട്ടി എനിക്ക് MScക്ക്. അപ്പോൾ ഞാൻ മഹാരാജാസിൽ PGക്ക് അഡ്മിഷൻ എടുത്തപ്പോഴാണ് ഇങ്ങനെ UP സ്കൂൾ ടീച്ചറിന് വേണ്ടിയിട്ട് ഒരു നോട്ടിഫിക്കേഷൻ കണ്ടു. അപ്പോൾ എനിക്ക് തമിഴ് മീഡിയം UP സ്കൂൾ ടീച്ചർ, ഇടുക്കി ജില്ലയിലെ UP സ്കൂൾ ടീച്ചറുടെ ഇത് പരീക്ഷ വന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ അത് നമുക്ക് എങ്ങനെയെങ്കിലും എഴുതിയെടുക്കണം, നമുക്ക് നാട്ടിലെ തന്നെ ടീച്ചർ ആവണം എന്നൊരു ആഗ്രഹം തോന്നി. PG പഠനത്തോടൊപ്പം തന്നെ ഞാൻ പഠിച്ചു. ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് ഇതിൻ്റെ റിസൾട്ട് വന്നു. അപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് റിസൾട്ട് വന്നപ്പോൾ 5ാം റാങ്ക് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ 5ാം റാങ്ക് കിട്ടിയതുകൊണ്ട് അപ്പം നാട്ടിലെ ആ സ്കൂളിൽ ഒരു വേക്കൻസി ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ അപ്പോൾ അന്വേഷിച്ചു, അവിടെ കിട്ടുമായിരിക്കും, അവിടെ ആപ്ലിക്കേഷനൊക്കെ എഴുതി കൊടുത്തു, ഇങ്ങനെ റിക്വസ്റ്റൊക്കെ എഴുതി കൊടുത്തു. അപ്പോഴത്തേക്ക് ഭാഗ്യത്തിന് അവിടെ തന്നെ കിട്ടി.
അപ്പോൾ അവിടെ ഒരു വേക്കൻസി ഉണ്ടായിരുന്നു വീടിൻ്റെ അടുത്തായതുകൊണ്ട് അവിടെ തന്നെ കിട്ടി. അപ്പം അന്ന് സമരം ചെയ്ത ആ സ്കൂളിൽ തന്നെ ഇപ്പം അധ്യാപകനായിട്ട് വർക്ക് ചെയ്യാനുള്ള അവസരം കിട്ടി. അതൊരു വലിയ കാര്യം തന്നെയാണ്. അതൊരു എന്താ പറയുക, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് പക നമുക്ക് വീട്ടാനുള്ളതാണ്. അതെന്ന് പറഞ്ഞാൽ MBBS പഠിച്ചിട്ട് കിട്ടാത്ത അതൊരു പെയിനായിട്ട് തന്നെ കിടക്കുകയാണ്. കാരണം ഇന്നും നമ്മൾ ആഗ്രഹിച്ച ഒരു സാധനം നമുക്ക് കിട്ടിയിട്ടില്ല. ആ സമയത്ത് തന്നെ ഒരുപാട് പേര് നമ്മളെ കളിയാക്കിയിട്ടുണ്ടാവും, ഒരുപാട് പേര്. നമ്മളൊരു കാര്യം പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറയാം എൻട്രൻസ് എക്സാമിന് പോകാന്ന് പറയുമ്പോഴും ഇത്രയും റിമോട്ട് ഏരിയ എന്നായതുകൊണ്ട് ആൾക്കാർ പെട്ടെന്ന് പറയുന്നത് അവൻ ഡോക്ടറാകാൻ പഠിച്ചിട്ട് എന്തായി. അതായത് ചില ചോദ്യങ്ങൾ സന്തോഷം നിറഞ്ഞതും ചില ചോദ്യങ്ങൾ അസൂയ നിറഞ്ഞതുമാണ്. അത് നമുക്ക് മനസ്സിലാവും, നമ്മളൊക്കെ മനുഷ്യന്മാരാണല്ലോ. ഓക്കെ, എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ. അവിടെ നിന്ന് അധ്യാപകനാകാൻ വേണ്ടി എടുത്തൊരു സ്ട്രഗിൾ എങ്ങനെയായിരുന്നു? +2 കഴിഞ്ഞിട്ട് ആ എൻട്രൻസ് കിട്ടാത്ത ഒരു സമയം എന്ന് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സമയമായിരുന്നു. കാരണം ഇപ്പം കുഞ്ഞിനെ തൊട്ട് 1ാം ക്ലാസ് തൊട്ടേ മീൻസ് ഭയങ്കര ബ്രില്യൻ്റ് അല്ലെങ്കിലും അത്യാവശ്യം നല്ല മാർക്കോട് കൂടി പാസ്സായതാണ്. അപ്പോൾ ഇങ്ങനെ എൻട്രൻസ് കിട്ടാതായപ്പോൾ തന്നെ ആൾക്കാർ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി, ഓ മോനെ 2 വർഷം പഠിച്ചിട്ടും കിട്ടിയില്ലേ, അങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയപ്പം കുറേ പ്രോഗ്രാമിനൊക്കെ പോവാണ്ടായി, ഒഴിവാക്കാൻ തുടങ്ങി, വീട്ടിലെ ഫംഗ്ഷൻസും നാട്ടിലെ ഫംഗ്ഷൻസൊക്കെ. എന്നിട്ട് ഡിഗ്രി എടുത്തപ്പോൾ ചോദിച്ചു, MBBS പഠിച്ചിട്ട് എന്തിനാ ഡിഗ്രി എടുക്കുന്നത്, വേറെ കോഴ്സൊന്നും കിട്ടിയില്ലേ, അതും അവിടെ യൂണിവേഴ്സിറ്റി കോളേജിൽ എന്തിനാ എടുക്കുന്നത്, അങ്ങനെ കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഒളിച്ചോട്ടമായിരുന്നു യൂണിവേഴ്സിറ്റി കോളേജ്. എനിക്ക് ഇത്രയും ദൂരം ഇടുക്കിയിൽ നിന്ന് ട്രിവാൻഡ്രം വരെ. എനിക്ക് മീൻസ് NARF റാങ്കിങ്ങിലാണ് ഏറ്റവും 1ാം റാങ്കുള്ള കോളേജാണ്. അപ്പം എനിക്ക് അവിടെ പോയിട്ട് പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം. അപ്പം മീൻസ് നാട്ടിൽ പിന്നെ വേറെ പ്രശ്നം വെച്ചാൽ ഇടുക്കി തന്നെ പഠിക്കാൻ അത്ര സൗകര്യങ്ങളൊന്നും ഇല്ല. അപ്പം തിരുവനന്തപുരത്താണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കുറേ സൗകര്യങ്ങളുണ്ട്, ലൈബ്രറി ഉണ്ട്. അപ്പം അതുകൊണ്ട് അവിടെ പോയിട്ട് പഠിക്കാമെന്ന് അങ്ങനെയാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. പിന്നെ ഡിഗ്രി എടുത്തു. ഇപ്പോൾ ടീച്ചറിന് പഠിക്കുമ്പോഴും കുറേ പേര് ചോദിച്ചു, എന്തിനാ അവന് ഡോക്ടറൊക്കെ ശ്രമിച്ചത്, ടീച്ചറൊക്കെ ആവുന്നതെന്നൊക്കെ കുറേ പേര് ഇങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പം എന്നാലും എനിക്കിങ്ങനെ നാട്ടിലത്തെ സ്കൂളിൽ തന്നെ ഒരു ഒന്നും കിട്ടാത്തതുകൊണ്ട് അവൻ ടീച്ചർ ആവുകയാണെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെ ആയിരുന്നു. വേറെ ജോലിയൊന്നും ഇങ്ങനെ കിട്ടിയില്ല, അങ്ങനെയുള്ള രീതിക്കായിരുന്നു. പക്ഷെ എനിക്ക് നാട്ടിലത്തെ ആ സ്കൂളിൽ തന്നെ ഒരു ടീച്ചർ ആവണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പം അത് സാധിച്ചതിലും ഭയങ്കര സന്തോഷമുണ്ട്. ഇന്നലെയാണെന്ന് തോന്നുന്നു ഏഷ്യാനെറ്റിൽ ഒരു ക്ലിപ്പിംഗ്സിനകത്ത് കാണിക്കുന്നുണ്ട്. അന്ന് ചെയ്ത അതേ സ്കൂളിലാണല്ലോ ഇന്ന് പോയി ചെയ്യുന്നത്. അന്ന് മുദ്രാവാക്യം വിളിച്ച അതേ സ്കൂളിൽ നിന്ന് ടീച്ചറായിട്ട് ചെല്ലുമ്പോൾ ഹൗ ഡു യു ഫീൽ? എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് നല്ല ഭയങ്കര പ്രൗഡായിട്ടും സന്തോഷം തോന്നുന്നു. കാരണം അന്നൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ സംസാരിക്കാൻ പെട്ടെന്ന് ന്യൂസുകാരൊക്കെ കുറേ വന്നപ്പം ആര് സംസാരിക്കുമെന്ന് പറഞ്ഞപ്പോൾ അന്നിങ്ങനെ പ്രസംഗ മത്സരത്തിൽ പോകുമ്പോൾ അലൻ സംസാരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ മൈക്കിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്ന് ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെയൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പോൾ എന്നെക്കൊണ്ട് അറിയാവുന്ന ഭാഷയിലൊക്കെ ഞാൻ സംസാരിച്ചു, ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ എന്നൊക്കെ. അപ്പം അതൊക്കെ ഇപ്പം കാണുമ്പോൾ ഭയങ്കര അഭിമാനം തോന്നും, അവിടെ നിന്നാണല്ലോ ഇവിടെ വരെ എത്തിയത് എന്നുള്ളത്. അപ്പോൾ ആ സ്കൂളിൽ തന്നെ പഠിപ്പിക്കാൻ പറ്റുന്നത് ഭയങ്കര സന്തോഷം. പിന്നെ അന്ന് ഉള്ള പോലെ തന്നെ ഇപ്പം പ്രശ്നങ്ങളില്ലെങ്കിലും കുറേയൊക്കെ ഡെവലപ്പ് ആയെങ്കിലും ഇന്നും അവിടുത്തെ വേറെ ട്യൂഷൻ സെൻറ്റർ, വേറെ ഒരു ലൈബ്രറി, അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒന്നും ഇല്ല പുറത്ത്. ടീച്ചേഴ്സാണ്, ഗവൺമെൻറ് സ്കൂളാണ് അവർക്ക് പിള്ളേർക്കുള്ള ഏക ആശ്രയം. അപ്പോൾ നമ്മൾ അവിടെ അവർക്ക് എല്ലാ ഫെസിലിറ്റീസും കൊടുക്കുക, എല്ലാ അറിവുകളും കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പം എൻ്റെ ഒരു ആഗ്രഹം. ഇപ്പം അത് ഞാൻ പറയുമ്പോൾ ഒരു പടം ഉണ്ടായിരുന്നല്ലോ, മറ്റേ പൃഥ്വിരാജിന്റെ ഒരു പടം ഉണ്ടല്ലോ, സ്കൂൾ പൂട്ടാൻ വന്നിട്ട് മാണിക്കക്കല്ല്. നമുക്ക് ഒരാള് നമ്മൾ പറയും മാറ്റം വേറൊരാൾ കൊണ്ടുവരട്ടെ എന്നിട്ട് നമുക്ക് മാറാം. അങ്ങനെയല്ല, മാറ്റം നമ്മളിലൂടെയും കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പം അലൻ തന്നെയും MBBS പഠിച്ചു, അത് നമുക്ക് കിട്ടിയില്ല, ഓക്കെ, അവിടെ നമുക്ക് തോറ്റു പിന്മാറിയില്ല. പകരം എന്ത് ചെയ്തു, എന്തുകൊണ്ട് എനിക്ക് ഡോക്ടറാകാൻ പറ്റിയില്ല, എന്നെ പഠിപ്പിക്കാൻ നേരെ ഒരു ട്യൂട്ടറോ ഒരു അധ്യാപകരോ ഒന്നും ഇല്ലാത്തതാണ് എൻ്റെ പ്രശ്നം. എങ്കിൽ ആദ്യം ഞാൻ അത്തരം പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ 10 MBBS എനിക്ക് ഉണ്ടാക്കാൻ പറ്റും, അല്ലേ? അതിനാണ് അലൻ അതിന് വേണ്ടിയിട്ട് പഠിച്ചു, ടീച്ചറായിട്ട് അവിടെ വന്ന് കയറി. അപ്പം അലൻ ഇപ്പോൾ അവിടെ വന്ന് കയറി. ഇപ്പം അലൻ ഇപ്പോൾ അവിടെ വന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇതുണ്ടാവും, ആക്ച്വലി ടീച്ചേഴ്സ് ഉണ്ടാകത്തില്ല. എന്തൊക്കെയായിരിക്കാം അലൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട്? ഇപ്പം പണ്ടത്തെ നോക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ കുറേ ബിൽഡിങ് വന്നു, സ്കൂളൊക്കെ കുറേ ഡെവലപ്പ്, എല്ലാ സബ്ജക്റ്റിലും ടീച്ചേഴ്സൊക്കെ ആയി. ഇപ്പം വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ പഠിക്കാനുള്ള ഇതൊക്കെ ആയി, സൗകര്യങ്ങളൊക്കെ ആയി. അവിടുത്തെ വിദ്യാർത്ഥികൾ എന്ന് പറയുമ്പം തോട്ട മേഖലയാണ്, തേയിലത്തോട്ട മേഖലയാണ്. അപ്പോൾ അവിടെ വരുന്ന വിദ്യാർത്ഥികളും തേയിലത്തോട്ടത്തിൽ ജോലി ചെയ്യുന്നവരുടെ മക്കളാണ്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് വീട്ടിൽ പഠിക്കാനുള്ള അത്ര സാഹചര്യം ഉണ്ടാവില്ല. ഇപ്പം ലയൻസ് വീടൊക്കെ അറിയാമായിരിക്കുമല്ലോ, ഒറ്റമുറി വീടാണ്. അപ്പോൾ അവിടെ തന്നെയാണ് എല്ലാം, ഇപ്പോൾ TV ആണെങ്കിലും ബെഡ് ആണെങ്കിലും ടേബിൾ എല്ലാം ഒറ്റ മുറിയിലാണ്. അപ്പോൾ ഈ വിദ്യാർത്ഥികൾക്ക് വീട്ടിൽ പോകുമ്പോൾ പഠിക്കാൻ പറ്റാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. അപ്പം അവർക്ക് അവിടെ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ അവർ കൂടുതൽ കെയർ എടുത്ത് പഠിപ്പിക്കുന്നുണ്ട്, വീട്ടുകാരുടെ സാഹചര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. പിന്നെ ഇവർക്ക് എഴുതാനും വായിക്കാൻ അക്ഷരങ്ങളൊക്കെ അവർക്ക് നമുക്ക് എക്സ്ട്രാ എഫേർട്ട് ഇട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതായത് തമിഴ് അക്ഷരം തന്നെയാണ്, തമിഴും ഇംഗ്ലീഷും എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. അപ്പം അവർ ചിലർക്ക് എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും, അവർക്ക് എക്സ്ട്രാ കെയർ എടുത്ത്
പഠിപ്പിക്കുന്നുണ്ട്. ഇനിയും ഇപ്പം പഠിപ്പിക്കണമെന്നാണ് ആഗ്രഹം. ഞാൻ ജോയിൻ ചെയ്തിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. ഇനിയിപ്പം അവർക്ക് കൂടുതൽ എഫേർട്ട് ഇട്ട് പഠിപ്പിക്കണമെന്നാണ് ആഗ്രഹം. പിന്നീട് അങ്ങനെ കുറേ ഇതുണ്ട്. പിന്നെ വേറൊരു കാര്യം വെച്ചാൽ ഇവർക്ക് എന്താ പഠിക്കേണ്ടതെന്ന് അറിയില്ല. 10th പ്ലസ് 1 പ്ലസ് 2 കഴിഞ്ഞിട്ട് അവിടെ തന്നെ നാട്ടിൽ തന്നെ ജോലിയായിട്ട് ഇരിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ആ ഡ്രോപ്പ് ചെയ്ത് പോകുന്നവരൊക്കെ ഉണ്ട്. അവർക്ക് കുറച്ച് ഗൈഡൻസും കൂടെ കൊടുക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ തിരുവനന്തപുരത്തൊക്കെ പോയത് കൊണ്ടാണ് കുറച്ചൊക്കെ നമുക്ക് ഇത്രയൊക്കെ പഠിക്കാൻ പറ്റിയത്, PSCക്ക് ആണെങ്കിൽ പ്രിപ്പയർ ഒക്കെ ചെയ്യാൻ പറ്റിയത്. അപ്പം അങ്ങനെ ഇടുക്കിയിൽ നിന്ന് കുറച്ചും കൂടെ പുറത്ത് വരുവാണെങ്കിൽ, കുറേ സൗകര്യമുള്ള സ്ഥലത്ത് എത്തുവാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ പഠിക്കാനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവും. അവരങ്ങനെയും ഗൈഡ് ചെയ്യണം. അവർ പ്ലസ് 1 10th പ്ലസ് 1 പ്ലസ് 2 അവരെ സ്വപ്നം കാണാൻ പഠിപ്പിക്കണം അല്ലേ? ഈ പറയുന്ന തോട്ടം, എസ്റ്റേറ്റ്, സ്കൂളിനപ്പുറം ഒരു ലോകമുണ്ട്. അവിടെ ഇറങ്ങിയാൽ അവർ എന്തെങ്കിലുമൊക്കെ ആയിത്തീരും തീരുന്നുള്ളൊരു അവർക്ക്. കാരണം അവർക്ക് വലിയ മോഡലുകളില്ല ഇടുക്കി തന്നെ ആകുമ്പോഴത്തേക്ക്. അവരുടെ ബന്ധുക്കൾ അങ്ങനെ വലിയ ജോലിയിലുള്ളവരൊന്നും ഇല്ല. അപ്പം ഞാൻ സ്കൂളിൽ ട്രെയിനിങ്ങിലാണ്, പാവനാട് സ്കൂളിൽ തന്നെയാണ് ട്രെയിനിങ്ങിനും പോയത്. അപ്പോൾ ഞാൻ ട്രെയിനിങ്ങിന് പോയ സമയത്ത് ഇങ്ങനെ വിദ്യാർത്ഥികളോട് ചോദിക്കും, എന്താണ് നിങ്ങളുടെ ആംബിഷൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ഒരു ആംബിഷൻ, ഡോക്ടർ പറയും, പോലീസ് പറയും. ഭൂരിഭാഗം ആൾക്കാരും പറയുന്നത് എനിക്ക് ഓട്ടോ ഓടിക്കുന്ന ഒരു ചേട്ടനാവണം എന്നാണ്. കാരണം അപ്പോൾ അവർ കാണുന്നതിൽ ഏറ്റവും എല്ലാ ദിവസവും കാണുന്ന ഒരു വലിയ ആളാണ് എന്ത്, ഓട്ടോ ഓടിക്കുന്ന. അപ്പം ഞാൻ പറയും, ഓട്ടോ ഓടിക്കുന്നത് കുറഞ്ഞ ജോലിയല്ല മോനെ, നല്ല ജോലിയാണ്, ഒരു ജോലിയും കുറഞ്ഞതൊന്നുമല്ല. പക്ഷെ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഇപ്പം മോനൊരു എന്താ പറയുക, ഒരു സാധനം, ഒരു കളിക്കാനുള്ളൊരു സാധനം മേടിക്കണം, അല്ലെങ്കിൽ ഒരു വീട് വെക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു കളിക്കാനുള്ള സാധനം മേടിക്കണമെങ്കിൽ മോന് ചെറിയ, ഇപ്പോൾ ഓട്ടോ ഡ്രൈവറാണെങ്കിൽ നമുക്ക് ചെറിയ ബോളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ കുറഞ്ഞ പൈസക്കാണ് മേടിക്കാൻ പറ്റുക. അപ്പോൾ അതുപോലെ ഫ്ലൈറ്റിന് ഓടിക്കുന്ന ഒരു ഡ്രൈവറാണെങ്കിൽ, ട്രെയിൻ ഓടിക്കുന്ന ഡ്രൈവറാണെങ്കിൽ നമുക്ക് വലിയ സാധനങ്ങളൊക്കെ മേടിക്കാമല്ലോ. അപ്പോൾ മോന് വലുതായിട്ട് സ്വപ്നം കാണും, നമ്മൾ ഫ്ലൈറ്റൊക്കെ ഓടിക്കാമല്ലോ എന്ന് പറഞ്ഞാൽ അവർ മോട്ടിവേറ്റ് ചെയ്യും. അപ്പോൾ അവർക്ക് മുമ്പിൽ എന്താ പ്രശ്നം വെച്ചാൽ മോഡലുകളില്ല. ഇപ്പം ഡോക്ടേഴ്സ് ആയവരും എഞ്ചിനീയേഴ്സ് ആയവരും ഇല്ല. കാരണം അവർക്ക് ആ ഒരു സർക്കിളിൽ തന്നെ ആയിപ്പോവും. ഇപ്പം എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, അവർ ആ ഒരു സർക്കിളിൽ തന്നെ അവിടെ തന്നെ ജോലിയൊക്കെ ചെയ്ത് അവിടെ തന്നെ ആയിപ്പോ, അല്ലെങ്കിൽ കഴിവുള്ള ആൾക്കാരുണ്ടായിരുന്നു, അവിടെ തന്നെ ആയിപ്പോരുണ്ട്. അതുകൊണ്ട് അവരെ കുറച്ചും കൂടെ പുറം ലോകമായിട്ട് ഇങ്ങനെ സ്വപ്നം കാണാനൊക്കെ അവരെ പഠിപ്പിക്കണം, അത് അവരിൽ എത്തിക്കണം എന്നുള്ളതാണ് ആഗ്രഹം. അല്ല, അത് ഇപ്പം ജോയിൻ ചെയ്തിട്ട് ഒരാഴ്ച ആയതുള്ളൂ. അതുപോലെ തന്നെ PG കഴിഞ്ഞ ഉടനെ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റി. ആ പാമ്പനാർ അല്ലെങ്കിൽ ഈ പറഞ്ഞ പീരുമേടുള്ള ഒരാൾക്ക് പറയുകയാണെങ്കിൽ, ഞങ്ങളുടെ ഇവിടെ നിന്ന് പഠിച്ചിട്ട് പോയൊരു ചേട്ടായി വന്നു, അവർക്ക് നാളെ ഒരു മോഡലുണ്ട്, ഒരു അധ്യാപകനുണ്ട്. കുട്ടികൾക്ക് വീട്ടിൽ പോയാൽ പഠിക്കാൻ സൗകര്യമില്ല. അപ്പം എനിക്ക് തോന്നുന്നു ആ പ്രദേശമൊക്കെ എപ്പോഴും മഞ്ഞ് കൊണ്ടിറങ്ങുന്ന. അപ്പോൾ അവരൊക്കെ നമുക്ക് ഏർലി ട്യൂഷനും ഏർലി മോർണിംഗ് സ്കൂളിൽ വരാനും, അതുപോലെ തന്നെ ഈവനിങ് ഒരു 4:30 ഒരു 5 o'clock വരെയൊക്കെ ഇരുത്താനൊക്കെ പറ്റൂലേ? അങ്ങനെയൊക്കെ പറ്റും, അങ്ങനെയൊക്കെ ആലോചിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ പോയിട്ട് ഒരാഴ്ച ആയിട്ടുള്ളൂ. ഇപ്പം അങ്ങനെയൊക്കെ എന്തെങ്കിലും എക്സ്ട്രാ സമയം എടുത്തോ, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ കെയർ എടുത്ത് പഠിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ചോദിക്കുന്നത്, എന്തെങ്കിലും സർക്കാരിന്റെ ഭാഗത്തേക്ക് വല്ല സജഷൻ കൊടുക്കാൻ പറ്റുവാണെങ്കിൽ, ഒരു പക്ഷേ നമ്മുടെ വീഡിയോ കണ്ടാൽ നമുക്കത് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു കാര്യങ്ങളാണ്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞു കാര്യം അതാണ്. ഇപ്പം നിങ്ങളുടെ അവിടെ എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ എന്തെങ്കിലും ഫെസിലിറ്റീസ് ആവശ്യമുണ്ടെന്ന് വെച്ചാൽ, നമ്മൾ പറഞ്ഞു എന്ന് ഓർത്തോണ്ട് നാളെ കൊണ്ടുവരണമെന്നില്ല, പക്ഷെ ശ്രദ്ധയിൽപ്പെടുത്താൻ പറ്റും. എന്താണ് അങ്ങനെ എന്തെങ്കിലും? ഇത് തോട്ടമേഖല ആയതുകൊണ്ട് തന്നെ അവർക്ക് വീട്ടിൽ പഠിക്കാനുള്ള ഒരു സാഹചര്യത്തിന്റെ കുറവുണ്ടായേക്കാം, ഇങ്ങനെ ഒരു റൂം മാത്രം ഉള്ളതുകൊണ്ട്. അപ്പം അതിനൊരു സാഹചര്യം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു പബ്ലിക് ലൈബ്രറീസോ അല്ലെങ്കിൽ പഠിക്കാനുള്ള റീഡിംഗ് റൂംസോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഈ ഞാൻ ഈ പ്രദേശം എനിക്ക് അറിയില്ല കേട്ടോ, ഞാൻ വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഈ പറയുന്ന പീരുമേട് മേഖലയിൽ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്നതിന്റെ ചുറ്റുവട്ടത്ത് ഒരു 3-4 കിലോമീറ്ററിനുള്ളിൽ ഒരു ലൈബ്രറി വന്നാൽ ഈ കുഞ്ഞുങ്ങളെ കുറെ കൂടെ നമുക്ക് അവിടെ ഫോക്കസ് ചെയ്യാൻ പറ്റും. ലൈബ്രറി വരണം. അതുപോലെ തന്നെ ഈ ട്യൂഷൻ പഠിപ്പിക്കാനോ അല്ലെങ്കിൽ എക്സ്ട്രാ പഠിപ്പിക്കാനോ ട്യൂഷൻ സെന്റർ പോലെ ഗവൺമെന്റിന്റെ ഭാഗത്ത് ഉണ്ടാവുകയാണെങ്കിൽ അവർ കുറച്ച് മെന്റർ ചെയ്യാൻ പറ്റും. കാരണം വീട്ടിൽ ഇരുന്ന് പഠിക്കാനുള്ള സാഹചര്യങ്ങൾ കുറവാണ്. നമ്മൾ സ്കൂളിൽ അധ്യാപകർ മാക്സിമം എഫേർട്ട് ഇടുന്നുണ്ട്, അവർ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ വീട്ടിലും കൂടെ അവർക്ക് ശ്രദ്ധിക്കാൻ അവർക്ക് പറ്റാത്തതുകൊണ്ടാണ് അവർക്ക് ചിലപ്പം അത്രയും മുമ്പോട്ട് വരാൻ പറ്റാത്തത്. അതൊരു ട്യൂഷൻ സെന്ററോ അങ്ങനെ കുറേ എസ്റ്റേറ്റുകളുണ്ട് അവിടെ തന്നെ ഒരു ലൈബ്രറിയും ഒരു ട്യൂഷൻ സെന്ററും അവിടെ ഒരു മെന്ററൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ അവർക്ക് നന്നായിട്ട് എഫക്റ്റീവായിട്ട് വീട്ടിൽ പോയിട്ട് അവർക്ക് പഠിക്കാൻ പറ്റും. പിന്നെ അവരുമായിട്ട് തന്നെ കുറേ വായനകളും അവർ കുറേ ചർച്ചകളൊക്കെ അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായി വരുവാണെങ്കിൽ ഭാവിയിൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും. ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ സ്കൂളിൽ ലൈബ്രറി ഉണ്ടോ? സ്കൂൾ ലൈബ്രറി ഉണ്ട്. ഈ കുട്ടികൾ എങ്ങനെയാണ് സ്കൂളിൽ? ഇപ്പം 5 ദിവസമായോളെന്ന് പറയുന്നുണ്ട്. താങ്കളൊരു കുട്ടിയായിട്ട് വന്ന ഒരാളാണ്. ഇപ്പം നിങ്ങളെ സംബന്ധിച്ചും ഇപ്പോഴത്തെ കുട്ടികളെ സംബന്ധിച്ചും രാവിലെ സ്കൂളിലേക്ക് വരുന്നത് തന്നെ ഒരു ടാസ്ക് ആണ്. അതെങ്ങനെയാണ് നിങ്ങൾ? കാരണം തണുപ്പ്, ഞാൻ പറഞ്ഞത് തണുപ്പ്, പിന്നെ വരാനുള്ള ഇൻട്രസ്റ്റ്, പിന്നെ ടീച്ചേഴ്സ് നമ്മളോട് കാണിക്കുന്ന സ്നേഹവും സ്നേഹമില്ലായ്മയും, ഇതൊക്കെ എങ്ങനെയായിരുന്നു? അതിപ്പോ നല്ല റൂറൽ ഏരിയ ആണ്. ഇപ്പോൾ ഓരോ എസ്റ്റേറ്റുകളിൽ നിന്ന് എത്തുക എന്നുള്ളത് തന്നെ കുറച്ച് പാടുള്ളത്. അത് എങ്ങനെയാണ് അവിടെ വണ്ടി സൗകര്യമൊക്കെ? അപ്പം വണ്ടി സൗകര്യം ഇപ്പം നമ്മൾ സ്കൂൾ ബസ്സുണ്ട്, സ്കൂളിൽ തന്നെ സ്കൂൾ ബസ്സുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ കുട്ടികൾ അത് ആശ്രയിച്ചാണ് സ്കൂളിലേക്ക് എത്തുന്നത്. പിന്നെ എന്താ വെച്ചാൽ ഈ മഴയും മഞ്ഞൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പാടാണ്, സ്കൂളിലേക്ക് എത്താനുള്ളത് പാടുണ്ട്. ഇപ്പം ഈ സ്കൂൾ ബസ് ഉള്ളത് കൊണ്ട് കുറച്ചധികം
നല്ലതാണ്. അപ്പോൾ അങ്ങനെ കുട്ടികൾ എത്തുന്നുണ്ട്. പിന്നെന്താണെന്ന് വെച്ചാൽ ഈ വീട്ടിലെ സാഹചര്യമാണ് എപ്പോഴും പ്രശ്നമാവുന്നത്. വീട്ടിൽ പോയിട്ട് പഠിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നതാണ് കുറച്ചും കൂടെ അവരെ പിന്നോട്ട് വലിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ കാരണം പുറത്തു പോയിട്ടൊരു അവൈലബിൾ ആയിട്ടൊരു ട്യൂഷൻ സെൻറ്റർ അങ്ങനെയൊന്നും പോകാനുള്ള ഒരു സാഹചര്യവും നാട്ടിലില്ല. ഇപ്പം ബാക്കിപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം എറണാകുളമോ തിരുവനന്തപുരത്ത് പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ സ്കൂളിൽ അവർക്ക് പഠിക്കാൻ ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് ബാക്കിയുള്ള എക്സ്ട്രാ ടൈം എത്ര അവർക്ക് വേണമെങ്കിൽ ട്യൂഷൻ സെൻറ്ററിൽ പോവാം. ഓൺലൈൻ ക്ലാസ്സുകൾ പോലുള്ള ട്യൂഷൻ സെന്ററിലും പറ്റത്തില്ല. അതും നമുക്ക് കണക്ടിവിറ്റിയുടെ കുറച്ച് പ്രശ്നമുണ്ട്, റേഞ്ചിന്റെ പ്രശ്നമുണ്ട്. അപ്പോൾ റേഞ്ചിന്റെ പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ എല്ലാവർക്കും കയ്യിലും ഫോൺ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ വീട്ടിൽ ഒരു സ്മാർട്ട് ഫോണേ ഉണ്ടാവുള്ളൂ. ഇപ്പം എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന വർക്കർ ആയതുകൊണ്ട് ചിലപ്പോൾ ഒരു സ്മാർട്ട് ഫോണേ ഉണ്ടാവുള്ളൂ. അപ്പം അതൊരു പ്രശ്നമാണ്. അവിടെ റേഞ്ചിൻ്റെയും ഒരു പ്രശ്നമുണ്ട്, കറണ്ടിൻ്റെയും പ്രശ്നമുണ്ട്. മഴ വന്നാൽ ചിലപ്പം കറണ്ടൊക്കെ 2-3 ദിവസമൊക്കെ ഇല്ലാണ്ടൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊരു പ്രശ്നമാണ് അവിടുത്തെ. അപ്പം എങ്ങനെയുണ്ടായിരുന്നു അലൻ്റെ ചെറുപ്പം? എനിക്ക് എൻ്റെ ചെറുപ്പം കുഴപ്പമില്ലായിരുന്നു. കാരണം അച്ഛനും അമ്മയും കുറച്ച് കഴിഞ്ഞിട്ട് അവർ PSC എഴുതി അവർക്ക് ഇതുപോലെ ജോലി കിട്ടി. പക്ഷെ എൻ്റെ അച്ഛൻ്റെ വീട്ടിലാണെങ്കിലും അമ്മയുടെ വീട്ടിലാണെങ്കിലും അച്ഛൻ്റെ അനിയൻ ചേട്ടനൊക്കെ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നവരായിരുന്നു. അമ്മയുടെ ചേച്ചിമാരൊക്കെ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്നവരാണ്. ഇപ്പം ലയൻസിലൊക്കെ ജീവിക്കുന്നവരാണ്. അപ്പം എനിക്ക് കുറച്ച് പഠിക്കാൻ ഒരു അവസരം കിട്ടിയോണ്ട് എനിക്കിങ്ങനെ പഠിക്കാൻ വന്നു. അത് ഞാൻ ആലോചിക്കാറുണ്ട്. ഇപ്പം ആ 10th, +1, +2 സമയത്ത് ഇപ്പം എനിക്ക് തിരുവനന്തപുരത്ത് പോകാനുള്ള ഒരു അവസരമൊക്കെ ഉണ്ടായി. മീൻസ് വീട്ടിൽ നിന്ന് വലിയ ഫിനാൻഷ്യലി സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇച്ചിരി ഒരു ഫിനാൻഷ്യൽ സപ്പോർട്ടിൽ പോകാൻ പറ്റി. അന്ന് അതും പറ്റാത്ത കുറേ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം അതാണ് എനിക്ക് കുറച്ചും കൂടെ ഇപ്പം ഞാൻ ചിന്തിക്കുന്നത്. കാരണം അന്ന് ടീച്ചേഴ്സ് ഇല്ലാതായപ്പോഴും ഞാൻ എന്താ പറയുക, നമുക്ക് കുറച്ചെങ്കിലും ഞാൻ പഠിച്ച് ഞാനിവിടെ എത്തി. പക്ഷെ അന്ന് പഠിക്കാൻ പറ്റാതെ 10th, +1, +2 പഠിച്ചു നിർത്തിയ കുറേ വിദ്യാർത്ഥികളുണ്ട്. അവർ വേറെ ജോലിക്കൊക്കെയാണ് ഇപ്പം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു അവരുടെയും കൂടെ സ്വപ്നങ്ങളായിരിക്കാം ഇപ്പം ഞാൻ ഇതാക്കുന്നത്. ഇനിയൊരു വരുന്ന വിദ്യാർത്ഥികൾക്ക് അങ്ങനെ ഒരു പ്രശ്നമാവരുത് എന്നുള്ള ഇതാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം ഇടുക്കി തന്നെയാണ്, ഞാൻ നാട്ടിലാണ് പഠിച്ചത്. പിന്നെ ഞാൻ പഠിക്കുമ്പോഴും അവിടെ നമുക്ക് നന്നായിട്ട് പഠിക്കുമെങ്കിലും നമുക്ക് ഇത്ര കോമ്പറ്റീഷൻ ഉണ്ടെന്ന് അറിയില്ല. ഇപ്പോൾ എറണാകുളത്തും കാരണം അത്രയും ഫെസിലിറ്റീസ് ഒന്നും, ട്യൂഷൻ സെൻറ്റർ ഇല്ല, ലൈബ്രറി ഒന്നും ഇല്ല, എക്സ്ട്രാ കോച്ചിങ് ഒന്നും ഇല്ലാണ്ടാണ് നമ്മൾ പഠിക്കുന്നത്. പക്ഷേ ഇടുക്കിയിലുള്ള ഒരു വിദ്യാർത്ഥിയും തിരുവനന്തപുരത്ത് എല്ലാ സൗകര്യങ്ങളോടുകൂടി വിദ്യാർത്ഥിയും ഒരേപോലെയാണ്, ഒരേ കോമ്പറ്റീഷനിലാണ് മത്സരിക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. കാരണം ഇടുക്കിയിൽ നമുക്ക് സൗകര്യം ഇല്ലാണ്ട് വരുമ്പോൾ അത് നമ്മൾ എല്ലാവരും ഒരു പരീക്ഷയോ ഇപ്പോൾ നീറ്റ് പോലത്തെ ഒരു പരീക്ഷയോ വരുമ്പോഴത്തേക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട് അവിടുത്തെ വിദ്യാർത്ഥികൾക്ക്, സൗകര്യക്കുറവുള്ളത് കൊണ്ട്. കാരണം നമ്മൾ എല്ലാവരും ഒരേ കോമ്പറ്റീഷനിൽ മത്സരിക്കുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ട്. പിന്നീട് ഞാൻ ഡിഗ്രിക്ക് വന്നപ്പോഴേ അത് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാനിത് ചോദിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. എൻ്റെ മുന്നിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വ്യക്തിയെ കാണുന്നത്. അതുകൊണ്ടാണ് ഈ തോട്ടം തൊഴിലാളി മേഖലയിലുള്ള ഈ പറയുന്ന ഈ ഇടുക്കിയുടെയാണ് ഏറ്റവും കൂടുതൽ ലയങ്ങളും കൂടുതൽ കേട്ടേക്കുന്നത് ഇടുക്കിയിലാണ്. ഞാൻ അങ്ങനെയുള്ളിടത്ത് തമിഴിൽ നിന്ന് വരുന്ന ആളുകളോട് ഇപ്പം ഈ പറയുന്ന ഇടുക്കിയിലാണെങ്കിൽ അങ്ങോട്ട് പോയ മറയൂർ ഭാഗം എന്നാൽ കേരളമായിട്ടാണ് കിടക്കുന്നത്, ഇവര് ബോർഡറാണ്. ഈ പറയുന്ന മലയാളികൾ അല്ലെങ്കിൽ ടീച്ചേഴ്സൊക്കെ എങ്ങനെയാണ്, വിവേചനമുണ്ടോ? വിവേചനം അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും പറയാറുണ്ട് ഇപ്പം നിങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണ് എന്നുള്ളൊരു പറയാറുണ്ട്. പക്ഷേ ഈ 150 വർഷം ഇപ്പം എൻ്റെ അപ്പൂപ്പൻ്റെ കാലത്താണ് വന്നത്. അപ്പം ഒരു 150 വർഷം മുമ്പാണ് കേരളത്തിലേക്ക് വന്നത്. പക്ഷേ ഇവർ പറയുന്നത് കേരളത്തിലേക്ക് നിങ്ങൾ വന്നവരാണ്. പക്ഷെ അന്ന് കേരളം ഇല്ല, 150 വർഷം മുമ്പ് കേരളം ഇല്ല. അപ്പം അന്ന് ഇപ്പം എല്ലാവരും ഇടുക്കിയിൽ ബാക്കി കുടിയേറി സ്ഥലത്ത് നിന്ന് കുടിയേറി വന്നതുപോലെയാണ് നമ്മൾ വന്നത്. പക്ഷെ ഇപ്പോഴും ഇപ്പം തമിഴ്നാട്ടിൽ നിന്ന് വന്നവരാണോ, നിങ്ങൾ തമിഴ് എങ്ങനെയാണ് സംസാരിക്കുന്നത്, ഇങ്ങനെ സ്കൂളുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മീൻസ് പലർക്കത് അറിയാത്തതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇപ്പം ഇവിടെ തന്നെ ബാക്കിയുള്ളവർ താമസിക്കുന്ന പോലെ തന്നെ നമ്മളും കുറേ വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ താമസിക്കുന്നത്, നമ്മൾ കേരളീയരാണ്. പക്ഷേ അങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ തോന്നാറുണ്ട്, നമ്മൾ എന്താ ഇങ്ങനെ ചോദിക്കുന്നത്. തീർച്ചയായും ആൻസർ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മുടെ കേരളം പറഞ്ഞിട്ട് ഇത്ര വർഷങ്ങളായിട്ടുള്ളൂ, എന്നിട്ടും ഈ പറയുന്ന കേരളം അല്ലെങ്കിൽ നമ്മുടെ പല ഭാഗത്തുനിന്നും ഇപ്പം ഞങ്ങളെയൊക്കെ ഭാഷ പറയണ കോട്ടയത്തു നിന്നൊക്കെ അങ്ങ് കണ്ണൂർ വരെ ചേക്കേറി അവരിന്നും പറയുന്നത് ഞങ്ങൾ കോട്ടയംകാരാണെന്ന് പറയുന്ന ജാതോടെ കേരളം വരുന്നതിന് മുന്നേയും പല സ്ഥലത്തു നിന്നും കുടിയേറിയ പല മനുഷ്യരോടും ഇപ്പോഴും ഈ പറയുന്ന എന്താ ബൗണ്ടറി വിവേചനമാണ് ഇതിന്. ആ വാദം നടത്തുകയാണ്, തമിഴരാണ് നിങ്ങൾ ഞങ്ങളുടെ മലയാളികളല്ലല്ലോ എന്ന് വെച്ച് പറഞ്ഞാൽ തന്നെ മലയാളി എന്നോ ഉണ്ടായത്, കേരളം എന്നോ ഉണ്ടായത്.
അല്ലേ? അത് നല്ല ഇതാണ്. എന്താണെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. ഇപ്പൊ അധ്യാപക ജീവിതത്തിൽ അമ്മയും അവിടുത്തെ തന്നെ ടീച്ചറാണ്. അമ്മയും ടീച്ചറാണ്. അമ്മ അതുപോലെ PSC ഇപ്പം എനിക്കൊരു 10 വയസ്സുള്ളപ്പോഴാണ് അമ്മ PSC എഴുതി ഗവൺമെന്റ് സർവീസിൽ കയറുന്നത്. അപ്പം അമ്മ ഇപ്പൊ 1ാം ക്ലാസ്സിലെ ടീച്ചറാണ്. അമ്മ ആ സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇപ്പൊ പോയപ്പോ അമ്മ ആ സ്കൂളിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അമ്മയും ഇപ്പൊ ആ സ്കൂളിൽ ഉണ്ട് എന്നുള്ളത് ഭയങ്കര പിന്നെ അത് ഭയങ്കര, ഞാനത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. എനിക്കറിയില്ല കേട്ടോ ഇതിനെ കുറിച്ച്. ഇനി നീറ്റൊക്കെ എഴുതാൻ പറ്റുമോ? നീറ്റ് എഴുതാൻ പറ്റുമായിരിക്കും, പക്ഷേ എനിക്കറിയില്ല. ഇനിയിപ്പോൾ അതിന് എഫേർട്ട്, കാരണം ഇനിയിപ്പോൾ കുറച്ചും കൂടി ടീച്ചിങ്ങിൽ ഫോക്കസ് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. മീൻസ് എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഇപ്പോൾ ഞാൻ കുറേ എൻട്രൻസ് പഠിച്ചു. എനിക്ക് കുട്ടികൾക്ക് കുറച്ചും കൂടെ, ഇപ്പോൾ ഞാൻ പഠിച്ച ഒരാൾ ഡോക്ടറായി കാണുമ്പോഴായിരിക്കും കുറച്ചും കൂടെ. ഞാനത് കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ ഒരു ഡോക്ടർ അല്ല, അവിടെ നിന്ന് ഒരു 10 ഡോക്ടർ വരട്ടെ. അത് തന്നെയാണ് എന്റെയും ആഗ്രഹം. കാരണം വെച്ചാൽ നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ UP സ്കൂളിലെ പിള്ളേരെയാണ് കിട്ടിയേക്കുന്നത്. അപ്പൊ നമുക്ക് കുറെ കൂടെ ഫൗണ്ടേഷൻ ഇട്ട് കൊടുക്കാൻ പറ്റും. പിള്ളേർക്ക് ഇപ്പൊ പിഞ്ചു മനസ്സിൽ നമുക്ക് എന്താണോ നന്നായിട്ട് വിതയ്ക്കേണ്ടത് അത് വിതയ്ക്കാൻ പറ്റും. അപ്പൊ എന്താണെങ്കിലും നന്നായിട്ടിരിക്കട്ടെ. എനിക്ക് ഭയങ്കര സന്തോഷം പരിചയപ്പെട്ടതില്ല. ചില ആഗ്രഹങ്ങൾ നമ്മൾക്ക് കിട്ടാത്തത്, അല്ലെങ്കിൽ നമ്മൾ മോഹിച്ചത് കിട്ടാത്തത്, നമ്മളെ ചിലത് നിയോഗിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇതായിരിക്കണം നമുക്കിടയത്. അപ്പം അങ്ങനെ ഒരു ഇതുണ്ട്. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഭയങ്കരമായിട്ട് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ലൈബ്രറി പ്ലസ് നിങ്ങളുടെ കുട്ടികൾക്ക്, നിങ്ങളുടെ അല്ല കേട്ടോ, നമ്മുടെ കുട്ടികൾക്ക്, ഞാൻ അങ്ങനെ ഒരു വാക്കേ പറയാൻ പാടില്ല, നമ്മുടെ കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ ട്യൂഷൻ ഫെസിലിറ്റി ഇത് കിട്ടാൻ ഒരു എഫേർട്ട് എടുക്കാം കേട്ടോ. നമുക്ക് ഈ ഇപ്പോഴത്തെ ഒരു പുതിയതിലൊരു എന്തെങ്കിലും ആയിട്ടൊക്കെ നിങ്ങൾ മാക്സിമം കുട്ടികളെ കൊണ്ട് തന്നെ ലെറ്റർ എഴുതിച്ച് മന്ത്രിസഭയിലേക്ക് അയക്കും. നിങ്ങളുടെ കുട്ടികളുടെ തന്നെ കൈപ്പടയിൽ ഒരെണ്ണം എഴുതൂ. തോട്ടത്തൊഴിലാളി ഒപ്പ് ശേഖരണമല്ല, കുട്ടികളുടെ കൈപ്പടയിൽ എഴുതൂ. ചിലപ്പോൾ നടക്കും. ഇതൊക്കെ തന്നെയാണ് കേരളമല്ലേ, എല്ലാവരും ഒക്കെ ചേർത്ത് പിടിക്കും. നമ്മളെല്ലാം ഒന്നല്ലേ. ഓക്കെ, അപ്പൊ താങ്ക് യു വെരി മച്ച്. ഓൾ ദി ബെസ്റ്റ് ആൻഡ് കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു.